ഭർത്താവിന് വേണ്ടി ഭാര്യ ഉപവാസ വ്രതമെടുത്ത് കൈ നിറയെ വളയൊക്കെ ഇട്ട് ഇവരൊക്കെ ഇങ്ങനെ കുറേ ഇട്ട് പൂജ ചെയ്യണം. അപ്പം നമ്മൾ പൂജയ്ക്കുള്ള സാധനങ്ങളാണ് ഇവിടെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. നമ്മൾ അമ്പലത്തിൽ പോവുകയാണ്, റോഡിൽ കൂടെ നടന്നു പോവുകയാണ് ഞാനും. ഇന്നത്തെ ദിവസം ഭർത്താവിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കുന്ന ഒരു ആചാരം കൂടിയുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സത്യമാണ്. ഞാൻ എന്നെങ്കിലും ആരെങ്കിലും ഇത് ചെയ്യുന്നത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കൂ കേട്ടോ. കാലൻ്റെ കയ്യിൽ നിന്ന് സത്യവാൻ്റെ ജീവൻ തിരിച്ചു പിടിച്ച സാവിത്രിയുടെ കഥയാണ് ഇന്നത്തെ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ. ഇത് കരീഷ്മ കോട്ടനാണ് കേട്ടോ. ഇതാ പൂജിച്ചിട്ട് കാല് കഴുകി വെള്ളം കുടിക്കും. അങ്ങനെ ഒരു ഇത് കൂടി സാവിത്രിക്കുണ്ട്. എല്ലാം മുഖമെല്ലാം കറുത്തുപോയി. ഇപ്പോൾ ഭയങ്കര ഓട്ടവും ബഹളവും, അത് കല്യാണം, അത് ഓരോ പരിപാടിയായിട്ട് തീരെ വയ്യ. ഇന്നലെ അമ്പലത്തിൽ പരിപാടി കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്കാണ് വന്നത് വീട്ടിലേക്ക്. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ സത്യവാൻ സാവിത്രി, അതായത് സാവിത്രി എന്ന് പറയുന്ന ഒരു വിശേഷമാണ്. ഭർത്താവിന് വേണ്ടി ഭാര്യ ഉപവാസ വ്രതമെടുത്ത് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ്. ഭയങ്കര ഇതാണ്, ഇവിടുത്തെ ഒരു വലിയൊരു ആചാരം തന്നെയാണ് സാവിത്രി പൂജ. അപ്പോൾ ഇതാ കൈ നിറയെ വളയൊക്കെ ഇട്ട് സിന്ദൂരമൊക്കെ ഇങ്ങനെ കുറേ ഇട്ട് പൂജ ചെയ്യണം. അപ്പം നമ്മൾ പൂജയ്ക്കുള്ള സാധനങ്ങളാണ് ഇവിടെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മൾ പൂജയ്ക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എല്ലാം ശരിയാക്കി വെച്ചിരുന്നത്. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പൂജയാണ്. ഈ സാരി പൂജിച്ച് നമ്മളത് ഉടുത്തിട്ട് വേണം ഭർത്താവിനെ നമസ്കരിക്കാൻ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തൊക്കെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ പേര് എനിക്കറിയുന്നില്ല. ഏകദേശം നമ്മൾ തേങ്ങ പോലെ തന്നെയാണ് ഈ ഒരു ഫ്രൂട്ട്സ്. പിന്നെ കൈതച്ചക്കയുണ്ട്, തേങ്ങയുണ്ട്, പഴമുണ്ട്, മാങ്ങയുണ്ട്. പിന്നെ 2 ദീപം കൊണ്ടുപോകണം, ചന്ദനത്തിരി, ഒരിച്ചിരി പച്ചരി, ചെറുപയർ, പിന്നെ ഇത് കളറുള്ള കുപ്പിവള. ഇത് മെയിനാണ് നമ്മളെ കയ്യിൽ എപ്പോഴും. ഇതാ പൂജിച്ചിട്ട് ഈ വള പൂജിച്ചിട്ട് ഇടണം. വിവാഹം കഴിക്കുമ്പോൾ ഈ വള പൂജിച്ചിടുന്നത് എന്ന് നമ്മളെ കയ്യിൽ തന്നെ കാണണമെന്നുണ്ട്. അപ്പം അതൊരു മെയിനാണ്. നമ്മളിങ്ങനെ ശങ്ക എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ അതിൻ്റെ ഗോൾഡിൻ്റെ ആക്കിയിട്ട് കയ്യിലിട്ടിട്ടുണ്ട്. അങ്ങനെ ഇടാം, കുപ്പിവള പൊട്ടിപ്പോകുമല്ലോ. പിന്നെ 2 സിന്ദൂര പാക്കറ്റ് ഉണ്ട്, അത് ദേവിക്ക് കൊടുക്കാൻ. പിന്നെ നമ്മൾ സാരി ഉണ്ട് പൂജിക്കാൻ. സാരി പൂജിച്ചിട്ട് ഇന്നത്തെ ദിവസം ഇടണം എന്ന് ഒരിതുണ്ട്. ആ സാരിയും വരുന്നത് നമ്മൾ അച്ഛനും അമ്മേൻ്റെ ഈ 3 സാധനങ്ങൾ നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് വരണം. അത് ഒഡീഷയിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും സാവിത്രി എന്ന് പറയുന്ന പൂജേൻ്റെ അന്ന് വീട്ടിൽ നിന്ന് വരും. കാരണം ദീർഘസുമംഗലിയായിരിക്കാനുള്ള പൂജയാണ്. അപ്പോൾ നമ്മളെ കല്യാണത്തിന് അച്ഛനും അമ്മയും നമ്മളെ ഒരുക്കി വിടുന്നത് അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ കൈകൊണ്ട് സാരിയും വളയും ഉടുക്കണം എന്നാണ്. 500 ഇനി 200 രൂപയോ 100 രൂപയോ ആയിക്കോട്ടെ, എത്ര രൂപേൻ്റെ അല്ല അവരെ കൈകൊണ്ട് ഒരു ഇത് വാങ്ങണം. അപ്പോൾ എനിക്ക് എല്ലാ വർഷവും അമ്മ പൈസ അയച്ചു തരും. അങ്ങനെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് ഒഡീഷയിൽ. ഇതൊന്നുമല്ല, വേറൊരു സംഭവം കൂടിയുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് പോയി അമ്പലത്തിൽ പോയിട്ട് പൂജിച്ചിട്ട് വരാം. അമ്പലത്തിൽ പോകുന്ന വഴി ഞാനിന്ന് എപ്പോഴും ഞാൻ ചേട്ടൻ്റെ കൂടെയാണ് പോവുക. ഇന്ന് ഞാനും തൊട്ടടുത്ത വീട്ടിലൊരു ചേച്ചിയും കൂടിയാണ് പോകുന്നത്. നമ്മൾ നടന്നാണ് പോകുന്നത്. നടന്നു പോയി അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വരാം. ഓക്കെ, എന്നിട്ട് ആ സാരി കൊടുത്തിട്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സത്യവാൻ സാവിത്രിനെ കുറിച്ചൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് പോവാം. നമ്മളപ്പം നടന്നാണ് പോകുന്നത്. ഇതിവിടെ നമ്മളെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു വളവ് തിരിയുമ്പോൾ തന്നെ ഇവിടെ ഒരു മാതരണി എന്ന് പറയുന്ന ദേവീൻ്റെ അമ്പലം പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്പലം പണിയാനൊക്കെ നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെയുള്ള കുറച്ച് പേര് ചേർന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഫുൾ ഫ്ലോർ ടൈലിടാന്ന് നമ്മളാണ് ഏറ്റിരിക്കുന്നത്. വേറൊരാൾ ഡോറ്, ജനൽ ഒക്കെ സ്റ്റീലിൻ്റെ കമ്പികളൊക്കെ പിടിപ്പിക്കാൻ ഏറ്റിട്ടുണ്ട്. പിന്നെ ഇവിടെ കെട്ടുന്ന സമയത്ത് മണലൊരു 10,000-ൻ്റെ മണലൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന്, ഇപ്പോൾ അത്യാവശ്യം കച്ചവടവും ബിസിനസ്സൊക്കെ ഉള്ളവർ ചേർന്ന് നടത്തുന്ന ഒരു അമ്പലമാണ്. നല്ല രസമാണ്. അതിൻ്റെ പണി കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഡെയിലി വരാൻ പോകുന്ന അമ്പലമാണ്. നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് ദേവീൻ്റെ അമ്പലം. അപ്പോൾ അവിടെ ഇതാ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട്.
നമ്മളെ അടുത്ത് തന്നെയാണ്. പിന്നെ ആ കുളമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയും കൂടി പോവുകയാണ്. അപ്പോൾ ഭയങ്കര വെയിലാണ്. രാവിലെ 7:30 ആയിട്ടേ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് തന്നെ കണ്ടു വെയിലായിട്ട് ക്ലിയറേ ആകുന്നില്ലായിരുന്നു. നല്ല കാറ്റുമുണ്ട്. റോഡ് നീളെ ഗവൺമെൻറ്റിൻ്റെ ഈ തെങ്ങ് നട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു നട്ടതാണ്. നമ്മൾ അമ്പലത്തിൽ പോവുകയാണ് പൂജയ്ക്ക്. റോഡ് കൂടെ നടന്നു പോവുകയാണ് ഞാനും എൻ്റെ ഒരു രണ്ടായ അടുത്ത വീടിനടുത്തുള്ളൊരു ചേച്ചി. നല്ല വെയിലാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. ഇത് നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പോൾ പുതിയത് കെട്ടിയതാ തോന്നുന്നു. അപ്പോൾ അവിടെ ഒന്നും ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ നിന്ന് നമ്മൾ തൊഴുതു. നമ്മളെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ടല്ലോ, ഈ ഫ്രൂട്ട്സ്, പ്ലേറ്റ്, പിന്നെ സാരി എല്ലാം ഉണ്ടല്ലോ, എല്ലാം എടുത്തിട്ട് വേണ്ടേ പോകാൻ. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. കുറച്ചും കൂടി അങ്ങ് പോകണം. ഇത് അമ്പലം ഏകദേശം എത്താനായി. അവിടെ അടുത്തുള്ള പൂജാരിമാരുടെയൊക്കെ വീടുകളാണിത്. ഇത് ഒരു സസ്വനം എന്ന് പറയുന്ന പോലെ ബ്രാഹ്മണർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഈ അമ്പലത്തിൻ്റെ എല്ലാ അമ്പലത്തിൻ്റെ അടുത്ത് ഇത് നമ്മളെ പരിചയമുള്ളൊരു പൂജാരിയാണ്. അപ്പം നമ്മളെ കണ്ടപ്പോൾ നമ്മൾ കാലൊക്കെ തൊട്ട് നമസ്കരിച്ചു. അപ്പം നമുക്ക് കാണിച്ചു തരാൻ ഇതാണ് എൻ്റെ വീട് എന്ന് ആൾ കാണിച്ചു തരികയാണ്. അതാണ് ആ പൂജാരി കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ സ്ഥിരം പൂജിക്കുന്ന നമ്മൾ ശരിക്കും പരിചയമുള്ള പൂജാരിയാണ്. അപ്പോൾ നടന്നു വന്നത് നന്നായി, നല്ലതല്ലേ എന്നൊക്കെ പറയുമായിരുന്നു നമ്മളോട്. അപ്പോൾ ഇതാണ് നമ്മൾ വരുന്ന ദേവിയുടെ അമ്പലം. ഈ ഗ്രാമത്തിൻ്റെ 7 ഗ്രാമത്തിൻ്റെ അമ്പലമാണിത്. 7 ഗ്രാമങ്ങളുടെ മെയിൻ ഒരു ദേവീൻ്റെ അമ്പലമാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഈ അമ്പലത്തിലാണ് പൂജയ്ക്ക് വരിക. ഇപ്പോൾ വരും കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ തിരക്കാവുന്നതിന് മുന്നേ രാവിലെ ഓടി വന്നതാണ്. അപ്പോൾ അമ്പലത്തിൽ വരുമ്പോൾ തന്നെ ഇവിടെ കിണറല്ല, ഇങ്ങനെ ബോർബിലുണ്ടാവും. ഇതാണ്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് കാല് കഴുകി വെള്ളം ഇങ്ങനെ മേത്തേക്കൊക്കെ കുടഞ്ഞിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവുക. അപ്പോൾ ചേച്ചി എന്നെ വിളിക്കുകയാണ്, വാ ഞാൻ വെള്ളം അടിച്ചു തരാം കാല് കഴുകുമെന്ന്. എന്നിട്ട് കാലെല്ലാം കഴുകി ഞങ്ങൾ ദേവീൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു. പിന്നെ ഇവിടെ ഈ ഗ്രാമത്തിൻ്റെ തന്നെ അമ്പലമായതുകൊണ്ട് വലിയ അങ്ങനെ വീഡിയോ എടുക്കരുത് അങ്ങനെ ഇതൊന്നുമില്ല. ഇതെല്ലാവരും നമ്മളെ പരിചയമുള്ള ആൾക്കാരാണ്. പിന്നെ ഇവിടെയുള്ള പൂജാരിമാരൊക്കെ നമ്മളെ പരിചയമുള്ളവരാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, വീഡിയോ അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്ന് ചേച്ചി മുട്ടുകുത്തി നമസ്കരിക്കുന്നു. അപ്പോൾ എൻ്റെ സാരിയും പൂവും ഒക്കെ ഇതാ പ്ലേറ്റ് നമ്മൾ കൊണ്ടുവന്നായിരുന്നു. ആ പ്ലേറ്റിലെല്ലാം വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അത് പൂജിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ സാരി, ഇങ്ങനെ കുറേ പഴവർഗ്ഗങ്ങൾ, ചക്കയൊക്കെ കൊണ്ടുവരും കേട്ടോ. ചക്ക, മാങ്ങ, അങ്ങനെ എല്ലാ പഴങ്ങളും ഇതെൻ്റെ പ്ലേറ്റിൽ കണ്ടെല്ലാം ഞാൻ ദേവിക്കുള്ളതൊക്കെ എടുത്തു കൊടുക്കുകയാണ്. സിന്ദൂരം ദേവിക്കുള്ളത് സ്പെഷ്യലായിട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ എല്ലാം പൂജിച്ച് കൊണ്ട് വെച്ച് കഴിഞ്ഞു. അപ്പം നമ്മളവിടെ ദക്ഷിണ കൊടുത്തിട്ട് ആ പ്ലേറ്റിൽ ദക്ഷിണ ഇട്ടിട്ട് നമസ്കരിച്ച് ദേവീനോട് പ്രാർത്ഥിച്ച് ദേവീൻ്റെ സിന്ദൂരം നമുക്ക് തരും തൊടാൻ. അതും എടുത്തിട്ട് ദീപമെല്ലാം കത്തിച്ച് വെച്ച് തിരക്കായിട്ടില്ല. ഇവിടെ ഈ മേശ ഫുള്ള് സാരികളായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതിന് എല്ലാവരും നോക്കണം, ഇത് ആരുടെയാന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതാ കണ്ടില്ലേ, ഇപ്പം തന്നെ കണ്ടില്ലേ 2-3 സാരിയൊക്കെ കൊണ്ടുവച്ചത്. ഇതുപോലെ ഒരു വീട്ടിലിപ്പോൾ 3 പെണ്ണുങ്ങളുണ്ട്, 3 സാരി കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ്. അമ്മമാരും എല്ലാം ഭർത്താക്കന്മാരുള്ള എല്ലാ സ്ത്രീകളും ഈ പൂജ ചെയ്തിരിക്കണം എന്നാണ്. അപ്പോൾ അതവിടെ നമ്മൾ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് കുങ്കുമമൊക്കെ വാങ്ങി അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നടന്ന് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കണ്ടു ഇവിടുത്തെ വ്യൂ ഒക്കെ, റോഡ് നീളെ തെങ്ങൊക്കെ നട്ട് എന്ത് ഭംഗിയറിയാം ഇവിടെ. പക്ഷെ വെയിൽ ചൂടും ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാമെന്നുള്ളൊരിതിലായിരുന്നു. പൂജ കഴിഞ്ഞിട്ട് പോകുകയാണ്, പോവുകയാണ്. ഭയങ്കര കാറ്റ്, നല്ല വെയിലാണ്. ഇത് കണ്ടോ, ഭംഗിയുള്ള ഒരു കുളം. വരുന്ന വഴിക്ക് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ കാണിച്ചില്ല, ഒരു കുളം ഉണ്ടെന്ന്. ആ കുളമാണിത്. ഇവിടെ നിന്നാൽ ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ കുളത്തിൻ്റെ അങ്ങേ തലയ്ക്ക് നിൽക്കുകയാണ്. നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ എടുത്തതാണ്. ഇനി നമ്മൾ നേരെ നമുക്ക് അപ്പോൾ ശരി ഇതെവിടെ കണ്ടോ, വേറെ കുറേ പേര് പൂജ ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന റോട്ടിൽ നിന്ന്
ഓരോരുത്തർ പോവുകയാണ്. ഇത് അവിടെ കണ്ടോ, സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവുകയാണ്. ഞാൻ സത്യവാൻ സാവിത്രിയെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. സത്യവാൻ സാവിത്രി എന്ന് പറയുന്ന മഹാഭാരതത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സത്യവാന് ഇങ്ങനെ കാലൻ കൊണ്ടുപോയി മരണപ്പെടുകയാണ്. ഒരു കാട്ടിൽ വെച്ച് മരണപ്പെടുമ്പോൾ സ്ത്രീ ഒരു ദിവസം ഫുള്ള് വ്രതമെടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് കാലൻ്റെ കയ്യിൽ നിന്ന് സത്യവാന് ജീവൻ തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെ കാലൻ ജീവൻ തിരിച്ചു കൊടുക്കുകയാണ്. അത്രയ്ക്ക് കഠിനമായ പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ. സാവിത്രിയുടെ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും ഭർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ മുന്നിൽ കീഴടങ്ങി കാലൻ ജീവൻ തിരിച്ചു കൊടുക്കും. അപ്പോൾ ആ ഒരു വിശ്വാസവും ഭർത്താവിനെ ഇന്നത്തെ ദിവസം പൂജിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദീർഘസുമംഗലിയായിട്ട് ഇരിക്കും. എന്നും ഭർത്താവിൻ്റെ ആയുസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പൂജയാണിത്. ഇന്നത്തെ ദിവസം ഭർത്താവിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കുന്ന ഒരു ആചാരം കൂടിയുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സത്യമാണ്. ഞാൻ എന്തെങ്കിലും ആരെങ്കിലും ഇത് ചെയ്യുന്നത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വീടെത്തി. നമ്മളെ വീട് കണ്ടോ, ചേച്ചി അങ്ങോട്ടേക്ക് പോയി. ഇനിയിപ്പോൾ ഇതാ ഇവിടെ നമ്മളെ വീട് കണ്ടോ. ഇനി വീട്ടിൽ പോവാം. അമ്പലത്തിൽ പോയി പൂജ ചെയ്ത് വന്നു, വേർത്ത് കുളിച്ചു. അവിടെ ടയേർഡായി തേങ്ങയെല്ലാം ഉടച്ച് എല്ലാം പൂജ ചെയ്ത് വന്നിട്ടുണ്ട്. ശങ്ക ഞാനെല്ലാം കാണിച്ചില്ലേ. ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇനി ഈ സാരി ഉടുക്കണം. ഇപ്പം ഈ സാരി ഉടുത്ത് ഭർത്താവിനെ നമസ്കരിക്കണം. ഭർത്താവ് സിന്ദൂരം തൊട്ടിയിടും, കയ്യിൽ ഈ ശങ്ക ഇട്ടിടും. ഇതാണ് നമ്മളെ മെയിൻ സാധനം. അപ്പോൾ അതാണ് സാവിത്രിയിലെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അമ്പലത്തിൽ പോയി പൂജിച്ച് ഇത്രയും സാധനങ്ങൾ പഴങ്ങളെല്ലാം പൂജിച്ച് കൊണ്ടുവരിക, സാരി പൂജിച്ച് കൊണ്ടുവന്ന സാരി ഉടുക്കുക. ഇന്ന് ഉപവാസ വ്രതമാണ്. ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല. വർഗ്ഗങ്ങൾ മാത്രം, വെള്ളം കുടിക്കുക, പഴം ജ്യൂസൊക്കെ കഴിക്കുക, അത് മാത്രമാണ് ഇന്നത്തെ ഭക്ഷണം. അപ്പോൾ വ്രതം എടുത്ത് ഇന്നത്തെ സാവിത്രി വ്രതമാണിത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് കാണിക്കാം. ഇത് ഞാൻ നമ്മളെ സാവിത്രിക്ക് വാങ്ങിയ സാരി എടുത്തിട്ട് വന്നു. നമ്മളിപ്പോൾ പൂജയ്ക്ക് കൊണ്ടുപോയില്ല, ആ സാരിയാണിത്. നല്ല രസമല്ലേ? ഇത് കരീഷ്മ കോട്ടനാണ് കേട്ടോ. ഇതാ ഈ സാരി ബ്ലൗസൊക്കെ നമ്മൾ നേരത്തെ തയ്ക്കും. സാരിയൊക്കെ ഇപ്പോൾ സാവിത്രി എന്ന് പറയുമ്പോൾ നമ്മൾ സാരിയൊക്കെ നേരത്തെ വാങ്ങി വെച്ചിട്ട് ബ്ലൗസെല്ലാം അടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അന്നത്തെ ദിവസം സാരി കൊണ്ടുപോയി പൂജിക്കുന്നു, കൊണ്ടുവരുന്നു, ഉടുക്കുന്നു. അപ്പോൾ ഇന്ന് സാവിത്രിക്ക് ഈ സാരിയാണ് ഉടുക്കുക. ഇത് കരീഷ്മ കോട്ടനാണ് കേട്ടോ. കരീഷ്മ കോട്ടൺ സാരിയാണ്. അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ഒന്നും ഉടുക്കാൻ പാടില്ല. ഭർത്താവിൻ്റെ ഒരു പൂജിക്കുന്ന ഇതല്ലേ, അപ്പോൾ ബ്ലാക്ക് സാരി ഒന്നും ഉടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കളറ് എടുത്തതാണ്. കോട്ടൺ സാരി നമുക്ക് വീട്ടിലൊക്കെ കൊടുക്കുക, വീട്ടിൽ ഡെയിലി കോട്ടൺ ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സാരി വാങ്ങിയതാണ്. അപ്പോൾ ഇനി ഈ സാരി ഇട്ടിട്ട് നമ്മുടെ ഭർത്താവിനെ നമസ്കരിക്കണം, കയ്യിൽ വളയൊക്കെ ഇടണം, സിന്ദൂരം തൊടണം. അതാണ് സാവിത്രി. പിന്നെ രാവിലെ 5 മണിക്ക് എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി നടന്നാണ് നമ്മൾ പോയത്. അപ്പോൾ ഭയങ്കര വെയിലും ഇവിടെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണമുണ്ട്. ഇനി നമ്മൾ ഈ പഴങ്ങളൊക്കെ കഴിക്കാം. പിന്നെ നാരങ്ങ വെള്ളമോ ജ്യൂസോ അങ്ങനെ പഴവർഗ്ഗങ്ങൾ മാത്രം. ഭക്ഷണമൊന്നും ഫുൾ ടൈമില്ല. നാളെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇന്ന് വ്രതം. അപ്പോൾ ഇനി വളയൊക്കെ ഇടണം. അപ്പോൾ സാരി എടുത്തിട്ട് ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമൊക്കെ ആയിട്ട് ആകെ ടയർഡായിട്ടിരിക്കുകയാണ്. എല്ലാം മുഖമെല്ലാം കറുത്തുപോയി. അപ്പോൾ നമ്മളെ സാവിത്രി പൂജയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടത്. ഇപ്പോൾ ഇതെനിക്ക് വളയൊക്കെ കിട്ടുമെന്ന് കണ്ടോ. ഇവിടെ ഈ രണ്ടെണ്ണം പൂജിച്ചിട്ടാണ്. അതായത് ഈ ശംഖം, ഈ കുപ്പികളെ ഇപ്പോൾ പൂജിച്ച് കൊണ്ടുവന്ന് ഇട്ടാണ്. ഇതുപോലെ കൈ നിറയെ വളയൊക്കെ ഇട്ട് 2 കൈയിലും ഇങ്ങേറ്റൊക്കെ ഇങ്ങോട്ട് ഇട്ട് സിന്ദൂരം കണ്ടില്ല. ഇതിങ്ങനെ പരന്നിരിക്കുന്നത് ചേട്ടനിപ്പോൾ പൂജിച്ച് കൊണ്ടുവന്നത് തൊട്ട് തന്നതാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ ചേട്ടന് വേണ്ട. വീഡിയോ വള കയ്യിലിട്ട് വന്നിട്ട് ഇങ്ങനെ സിന്ദൂരം തൊടിപ്പിച്ചിട്ട് ഞാനിങ്ങനെ കാല് തൊട്ട് നമസ്കരിക്കണം. അത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല.
അപ്പോൾ അതൊക്കെ യൂട്യൂബിൽ ഒരുപാട് പേര് ഇതൊന്നും അല്ല കേട്ടോ, കാല് കഴുകി ഇന്നത്തെ ഈ സാവിത്രി ദിവസം ഭർത്താവിനെ പൂജിക്കണം. ഇങ്ങനെ ദീപമൊക്കെ എടുത്ത് ഇങ്ങനെ പൂജിച്ച് അരിയൊക്കെ ഇട്ടിട്ട് പൂജിച്ചിട്ട് കാല് കഴുകി വെള്ളം കുടിക്കും. അങ്ങനെ ഒരു ഇത് കൂടി സാവിത്രിക്കുണ്ട്. അപ്പോൾ അത് പഴയ പണ്ട് ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പം ആരും ചെയ്യുന്നില്ല. എന്നാലും പഴയ മുത്തശ്ശിമാരുള്ള വീടുകളിൽ കുട്ടികൾ മരുമക്കളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒഡീഷയുടെ ഓരോ റീൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ റീലിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാല് കഴുകി വെള്ളം കുടിക്കുന്നതും. അങ്ങനെ ഒരുപാട് ചടങ്ങുണ്ട്. പാലകേൻ്റെ പുറത്ത് ഇങ്ങനെ കാല് വെച്ചിട്ട് ആദ്യം വെള്ളം ഒഴിച്ച് വൃത്തിയിൽ കഴുകും. പിന്നെ രണ്ടാമത്തെ വെള്ളം ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പ്രസാദം പോലെ കുടിക്കും. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് സാവിത്രിയിൽ. നമുക്ക് അമ്പലത്തിൽ പോയി സാരി പൂജിച്ച് ഉടുത്ത് ഇങ്ങനെ സിന്ദൂരം തൊട്ട് വളയിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ സാവിത്രി പൂജ കഴിഞ്ഞ് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക. അല്ലാതെ വേറെ ഒരു ഭക്ഷണമൊന്നുമില്ല. ഉപവാസമാണ്. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ 8 മണിക്ക് പോയി പൂജയും കാര്യങ്ങളും ചെയ്തൊന്നും ഇപ്പോൾ സമയം 11 മണിയായി. പക്ഷെ അങ്ങനെ വിശപ്പൊന്നും അറിയില്ല. നമ്മൾ നല്ല തണുത്ത വെള്ളമൊക്കെ കുടിക്കും. തണുത്ത വെള്ളം കുടിക്കും. നാരങ്ങ വെള്ളം ഇട്ട് നാരങ്ങി കൊടുക്കും. അങ്ങനെ ജ്യൂസൊക്കെ കഴിക്കാം. ഇന്നത്തെ ഒരു ദിവസം ഫുള്ള്, നാളെ ഭക്ഷണം കഴിക്കുള്ളൂ. ഇന്നത്തെ ദിവസം ഫുള്ള് ഇതാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ആകെ ടയേർഡാണ്. കല്യാണം അതും ഇതും ബഹളങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളാകെ ടയേർഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോയിൽ വരുന്നവരേക്കും ഓക്കെ.